എനിക്ക് അത്ര കഴിവില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ തിരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. റൊമാൻസ് അത്യാവശ്യം ടെൻഷൻ എനിക്ക് അറിയാത്തൊരു പരിപാടിയാണല്ലോ അത്. ഇത്രയും ആ പ്രണയത്തിന് പറയാനുള്ളത് എന്താണെന്നുള്ളതാണ് ആ പാട്ട്. ഓരോ പാട്ട് കേൾക്കുമ്പോഴും ഡിഫറെൻറ്റ് ഇമോഷൻസ് ആണ്. ആ ഡിഫറെൻറ്റ് ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യും ആ പാട്ട് കേൾക്കും. പക്ഷേ ആ ഇമോഷൻസ് നമ്മുടെ ഹാർട്സിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന ഒരു മ്യൂസീഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഗോവിന്ദ് വസന്ത, വെൽക്കം ടു റേഡിയോ മാംഗോ ടോക്ക്. താങ്ക് യു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കിട്ടാണല്ലോ, അപ്പം യാത്രയുടെ കഥകളാണല്ലോ. അപ്പം നമ്മൾ ഗോവിന്ദേട്ടൻ ചെയ്തിട്ടുള്ള സോങ്ങിന്റെ ജേർണി അത് ഏതൊരു ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് വഴി വന്ന പാട്ട് പറഞ്ഞാൽ മതി. സിമ്പിളായി ചെയ്ത പാട്ട്. കാതല് വളരെ സിമ്പിളായിട്ട്. എത്ര നേരം കൊണ്ട്? 5-10 minutes I guess. എൻ്റെ മോസ്റ്റ് ഓഫ് ദ സോങ്സ് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും. ഇപ്പൊ ലൈഫ് ഓഫ് റം ആയാലും അതൊരു 10 മിനിറ്റിനുള്ളിൽ ഉണ്ടായ പാട്ടാണ്. ഞാൻ അതാ ചോദിക്കുമ്പോൾ അത് 6 മിനിറ്റ് അല്ലേ? സിംഗിൾ സ്ട്രെച്ച് പാടിയതാണ്. അതൊരു 8 മിനിറ്റോളം പാടിയിട്ടുണ്ട്. അവിടുന്ന് ഇവിടുന്ന് പിന്നെ ഞാനൊരു ജാമിങ് പോലെ പാടിയിട്ട് കിട്ടിയ സാധനമാണ് അത്. പല പാട്ടുകളിലും അങ്ങനെ. ഇപ്പം മുഹാഷിന്റെ അടുത്ത പടം വരുന്നുണ്ട്. അപ്പൊ അതിലകത്ത് ഒരു പാട്ട് ഇതുപോലെ എനിക്ക് അത് ഫുൾ പാട്ട് ഒരു സിംഗിൾ സ്ട്രെച്ചാണ്. അത് ഞാൻ കട്ട് ചെയ്യാനേ തോന്നിയില്ല. അതുകൊണ്ട് ആ പാട്ടിനൊരു ഒഴുക്കിലാണ് പോകുന്നത്. ചിലപ്പോൾ റിപ്പീറ്റ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പൊ അങ്ങനെ എന്റെ പല പാട്ടുകളും അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യുന്ന പാട്ടുകളൊക്കെ കൂറ പാട്ടുകളായി മാറാറാണ് ചെയ്യാറ്. അപ്പൊ എനിക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന പാട്ടുകളാണ് ഇഷ്ടം. പക്ഷെ ആ സാധനത്തിന്റെ ഇന്റൻസിറ്റി കുറച്ച് കടുപ്പമായിരിക്കും. അങ്ങനത്തെ അതുകൊണ്ട് ആ പാട്ട് തുടങ്ങാനുള്ള പ്രോസസ്സാണ് എനിക്ക് സമയം എടുക്കുക. എവിടെ പിച്ച് ചെയ്യണം എന്നുള്ളത് എനിക്ക് കുറച്ച് സർഫസ് ലെവൽ ഇമോഷൻ കളിക്കുന്ന കുറച്ച് താല്പര്യമില്ലാത്ത, എനിക്ക് കുറച്ച് ഡെപ്ത് ഉണ്ടെങ്കിൽ ഐ എം ഹാപ്പി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും എഫേർട്ട് എടുത്ത് ടൈം എടുത്ത് ചെയ്ത പാട്ട്? ഏറ്റവും ടൈം എടുത്ത് ചെയ്തത് ആക്ച്വലി വൺ ഓഫ് എന്ന് പറയുമ്പോൾ അന്താതി ആയിരിക്കും. കാരണം വെച്ചാൽ അതൊരു ട്രിക്കി ആയിട്ടൊരു പാട്ടാണ്. അത് എൻ്റെ അടുത്ത് ഒരു ലവ് ആന്തം ആണ് വേണ്ടിയിരുന്നത്. പടത്തിനകത്ത് ഉണ്ടാവില്ല ആ പാട്ട് എന്നും ഉള്ളതുണ്ടായിരുന്നു. പക്ഷേ പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭയങ്കര സട്ടിലായിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ളതിനേക്കാൾ പ്രണയം തരുന്ന ഒരു അഡ്രിനാലിൻ റഷ് ആരും അഡ്രസ്സ് ചെയ്ത് കണ്ടിട്ടില്ല അധികം. അതായത് പ്രണയിനിയോ അല്ലെങ്കിൽ അയാളുടെ കൂടെയുള്ള മൊമെന്റ്സിനേക്കാൾ പ്രണയം ആസ് എൻ എൻറ്റിറ്റി അഡ്രസ്സ് ചെയ്ത് കണ്ടിട്ടില്ല അധികം. അപ്പോൾ ആ പ്രണയത്തിന് പറയാനുള്ളത് എന്താണെന്നുള്ളതാണ് ആ പാട്ട്. മനസ്സിലായി? അപ്പോൾ അതിലൊരുപാട് എനർജി ഉണ്ട് പ്രണയം എന്ന് പറയുന്ന സാധനത്തിന്. അപ്പോൾ ആ എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു പാട്ട് കണ്ടുപിടിക്കാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. അപ്പോൾ അത് ഞാൻ മൈക്കിൾ ജാക്സണിലേക്കൊക്കെ പോയി കീപ് ദ ഫെയ്ത്ത് ഒക്കെ ആയിരുന്നു എൻ്റെ റെഫറൻസ് കിട്ടിയത്. നമ്മൾ ഇപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുന്ന പാട്ടുകളാണ് കൂടുതലെന്ന് പറഞ്ഞു. എന്നാലും ഒരുപാട് റീവർക്ക് ചെയ്ത ഒരു ചെയ്തു, പിന്നെ 2 ചെയ്തു, അങ്ങനെ റീവർക്ക് ചെയ്ത പാട്ട്. ഈ അടുത്തൊരു പടം റീവർക്ക് ചെയ്ത് അവസാനം ഞാൻ അഡ്വാൻസ് തിരിച്ചു കൊടുത്തു. വയ്യാന്ന് എനിക്ക് പറ്റുന്നില്ല. ബേസിക്കലി 10-30ഓളം പാട്ടുകൾ ചെയ്തിട്ട് വർക്കാവുന്നില്ല. അപ്പൊ ആദ്യത്തെ ഒരെണ്ണം വർക്കായി, പിന്നെ കറക്ഷൻ വന്ന് കുട്ടി ഇല്ലാതായി, കുളിപ്പിച്ച് പിന്നെ അത് വേറെ പാട്ടാക്കാൻ തുടങ്ങി. ഞാൻ 10-30 ഓപ്ഷൻസ് ചെയ്തിട്ടും വർക്കാവുന്ന എനിക്ക് അത്ര കഴിവില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ തിരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കറക്ഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ മുഹാഷിൻ ഭയങ്കര പർട്ടിക്കുലർ ആയിട്ട് മ്യൂസിക്കിനെ കാണുന്ന ഒരുത്തനാണ്. അവന് മുഹാഷിൻ എന്ന് പറഞ്ഞ മറ്റേ അവൻ ഈ പറയുന്ന ആ ഇമോഷണൽ സാധനം കിട്ടുന്നവരെ ഈ ലിറിക്കിലൊക്കെ ഭയങ്കരമായിട്ട് കറക്ഷൻസ് ചെയ്യും. 6-7 പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു പാട്ടിൽ ലിറിക്ക്. ഇതുവരെ കൺഫേം ആയിട്ടില്ല. ടീം വർക്കാ, ഭയങ്കര ടീം വർക്ക്. എന്നാ അടുത്തത് ചെയ്യുമ്പോ തന്നെ സ്വയമേ കൊള്ളാം, രോമാഞ്ചം തോന്നിച്ച പാട്ട്? അത് കുറേ ഉണ്ട്. എനിക്ക് സെൽഫ് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്റെ പാട്ടുകൾ റിലീസ് ആവുന്നത് വരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. റിലീസ് ആയതിനു ശേഷം ഒന്നും കേൾക്കാറില്ല. അതിലൊരു ഏറ്റവും പീക്ക് നേരത്തെ പറഞ്ഞ പോലെ അഡ്രിനാലിൻ റഷിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സീതഖാദി എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പടം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സാധനമായിരുന്നു. പിന്നെ ഈ സർക്യൂട്ടില് ഒരു സിനിമ എന്ന് പറയുന്നൊരു പീസ്, അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. OSTയിൽ സിനിമ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതെനിക്ക് ഭയങ്കര എൻ്റെ ഇത് കൊള്ളാം, ഇതൊരു ഇന്റർനാഷണൽ പരിപാടിയാണ്, ഐ മീൻ ഇന്ത്യയിൽ നിന്ന് പുറത്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണെന്ന് തോന്നിച്ചൊരു സാധനമാണ്. മൊത്തം മൊമെന്റ് ആ സിനിമയും അതിലെ എഫക്ട്സുകളും അതിന്റെ ഒരു എന്താ പറയുക വിഷ്വലും നറേറ്റീവ് ഒക്കെ ഭയങ്കര ഒരു സിനിമ പാരഡീസ് പരിപാടിയാണ്. അയ്യോ സിനിമ പാരഡീസ് പോലെ എന്നൊക്കെ അല്ല, അത് നല്ലതാ. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയ സാധനമായിരുന്നു. ഏറ്റവും ടെൻഷൻ അടിച്ച് ചെയ്ത പാട്ട്, ഒരു കുറച്ച് പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്സിൽ ചെയ്ത പാട്ട്? പ്രഷർ കാരണമാണ് ഈ കണ്ടില്ലേ സിനിമ കിട്ടിയ പ്രഷറാണത്. അത് കുറേ ഉണ്ട്. റൊമാൻസ് അത്യാവശ്യം ടെൻഷൻ എനിക്ക് അറിയാത്തൊരു പരിപാടിയാണല്ലോ അത്. ഇത്രയും ഒരു യൂത്ത് അല്ലെങ്കിൽ ജെൻസി അങ്ങനത്തെ ഒരു പരിപാടി പിടിക്കാൻ ഞാൻ ജോൻജോ ചെയ്തിട്ടുണ്ടെങ്കിലും ജോൻജോ കുറച്ചുകൂടി ഒരു വില്ലേജ് പരിപാടിയാണ്. റൊമാൻസ് കുറച്ചും കൂടി അർബൻ ആയിട്ടുള്ള സാധനമാണ്. എനിക്ക് വലിയ പരിചയമില്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ട് കുറച്ച് റിസർച്ചൊക്കെ ഇരുന്ന് കുറേ പാട്ടുകളൊക്കെ കേട്ട് കുറച്ച് സിന്ധും പരിപാടികളൊക്കെ പഠിച്ച്
ചെയ്തതാണ്. അതൊരു വേറൊരു മൂഡായിരുന്നു. കാരണം ഞാൻ കേൾക്കുമ്പോഴത്തേനും ജെൻസി പാട്ട്, ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ഗോവിന്ദ് വസന്ത ഒരു ഫീൽ എന്റെ പാട്ടാണെന്ന് മനസ്സിലാവരുത് എന്നുള്ളതായിരുന്നു എന്റെ. എന്നാൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഞാൻ അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടുണ്ടായിരുന്നു. കുറെ പണിയെടുത്തെന്ന് വെച്ചാൽ എനിക്കത് കുറെ പണിയായി. എനിക്കത് അത്രയും ചെയ്യേണ്ടി വന്നു. കാരണം എനിക്കത് അറിയില്ലാത്തൊരു പ്രോസസ്സാണ് അധികം. ഇപ്പൊ സുഷിനൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ അവരുടെ ADJയുടെ ആവശ്യം സുഷിന്റെ പോലത്തെ സാധനം, സുഷിൻ തരുന്ന എനർജി തിയേറ്ററിൽ കിട്ടണം. എനിക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടത് വരുന്നില്ല. അപ്പൊ ഇത് പിന്നെ അവൻ ചെയ്ത പടങ്ങളൊക്കെ ഇരുന്ന് കണ്ട് ജസ്റ്റിന്റെ അടുത്ത് കുറെ ചോദിച്ച് അങ്ങനെ ഇരുന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് റൊമാൻസ് ചെയ്തത്. ജസ്റ്റിൻ ശിഷ്യൻ അല്ലായിരുന്നോ? ക്ലാസ്മേറ്റ്സ് ആണ്. അല്ല, ഒരു ആദ്യത്തെ കുറച്ച് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് അവനേക്കാൾ മുമ്പ് ഫ്രൂട്ടി ലൂപ്സ് നന്നായിട്ട് അറിയായിരുന്നു. അപ്പൊ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് ആ കഥയെ കേട്ടിട്ടുള്ളത്. അല്ല, പിന്നെ മറ്റൊരു സിനിമയില് അവസരം പാടാൻ ഗോവിന്ദേട്ടനും തന്നില്ലേ? അത് ഞാൻ കുറെ പാടിയുണ്ട് അവന്. ഇപ്പൊ ഇതിനകത്ത് അവസാനം പാടിയത് ഇതാണ്, കുഞ്ചാഗോവിന്ദ് ചാവേർ. അതെ അതെ, അവന് മുമ്പ് ഞാൻ പാടിയിട്ടുണ്ട്. കുറെ വയലിനും വായിച്ചിട്ടുണ്ട് അവന്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറുണ്ട്. അവൻ എനിക്ക് പ്രോഗ്രാം ചെയ്ത് തന്നിട്ടുണ്ട് കുറെ തവണ. ഞങ്ങളൊരു ക്ലാസ്സിൽ ഒരുമിച്ച് താമസിച്ചാണ്. ചെയ്യുമ്പോൾ ഇൻസെക്യൂർ ആയിരുന്നെങ്കിലും ഇറങ്ങിയപ്പോഴത്തേന് നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു പാട്ട്, ഹൃദയത്തിന് നിറമായി. ഞാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല ആ പാട്ടിൽ. ഓക്കെ, അടിപൊളി. എന്തായാലും സർക്കിട്ട് ഒരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ വണ്ടർഫുൾ സ്റ്റോറീസ്. താങ്ക് യു. പ്ലഷർ.